Good morning. Good morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Prayer start ചെയ്യൂ. Prayer. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. മാം ധന്യ. ഒരു മിനിറ്റ്. ഓക്കെ ധന്യ പഠിക്കോളൂ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Thought of today. Thought of today. No. Yeah. Sarayama. Education is the most powerful weapon which you can use to change the world. Nelson Mandela. നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറെ ആക്ടിവിറ്റീസ് വരാറില്ലല്ലോ അല്ലേ?
എടുക്കുന്ന പോർഷൻസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നും പറയാറില്ല ഇടയ്ക്ക്. സെമിൻസ് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് ഇപ്പൊ നിങ്ങളൊന്നും ചെയ്യിക്കാറില്ല. കോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറില്ല. സെമിനാർ പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റും. ഓക്കെ, മനസ്സിലായോ? സെമിനാർ നിർബന്ധമായിട്ട് എല്ലാവരും തന്നെ എടുക്കേണ്ടതുണ്ട്. ഇന്ന് കുറച്ച് 2-3 പേരോട് പ്രിപ്പയർഡ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? പറഞ്ഞ ആൾക്കാരുണ്ടാവും. ശരി. അപ്പോ നമ്മളെ സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗത്തിലെ ആ 3 ഭാഗങ്ങൾ നിങ്ങൾ 3 പേരായിട്ട് എടുക്കുക. അതായത് സൂപ്പർവൈസറി ഫംഗ്ഷൻ ഒരാള്, പ്രിൻസിപ്പൽസ് ഒരാള്, റിപ്പോർട്ടിംഗ് ഒരാള്. വളരെ ചെറിയ ഭാഗങ്ങളുള്ള കേട്ടോ. നിങ്ങൾ തന്നെ എടുത്താൽ മതി. ഇനിയിപ്പോ ക്ലാസ് എടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവില്ല. സെമിനാർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഒരു ടെൻഡൻസീസ് ഓഫ് മാനും കൂടി കഴിയുന്നതോടെ എല്ലാം കഴിയും ചാപ്റ്റേഴ്സ്. ഓക്കെ, സൂപ്പർവൈസറി ഫംഗ്ഷൻസ് ഒരാൾ എടുക്കുക. ആരാണ് ബില്ലിംഗ് ആവുന്നത്? മാം ഇന്നാണോ? ഇന്നല്ല, നെക്സ്റ്റ് വെനസ്ഡേ കേട്ടോ. ഓക്കെ ഓക്കെ. സൂപ്പർവൈസറി ഫംഗ്ഷൻസ് ആണെങ്കിൽ ഞാൻ എടുക്കാം നെക്സ്റ്റ് ക്ലാസ്. റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പൽ ആരെടുക്കും? 4 എണ്ണം ഞാൻ എടുത്തോളാം. ആരാണ്? ഞാൻ സുമയ്യ. റിപ്പോർട്ടിംഗ് എന്നൊരു ഭാഗമുണ്ട്. റിപ്പോർട്ടിംഗ് എന്നൊരു ഭാഗം ആരെടുക്കും? ഞാൻ എടുക്കാം മാം. 3 പേരായല്ലോ. ഓക്കെ മാം ഇത് ബുധനാഴ്ച ആണോ വെള്ളിയാഴ്ചയാണോ? ബുധനാഴ്ച കേട്ടോ. ഓക്കെ വളരെ സിമ്പിൾ ആക്കി പറഞ്ഞാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതില്. പ്രിൻസിപ്പിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. യൂണിറ്റ് 10 മാൻ ആൻഡ് എൻവയോൺമെന്റ്. ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം, ബാക്കിയുള്ള ഒരു സെമിനാർ എടുക്കാം. യൂണിറ്റ് 10 man and environment. A resource has been defined as any means of attaining given a source of supply or support, generally headings reserve. Natural resources include the total natural environment, that is entire surface layer of earth. So the natural resources are the components of atmosphere, hydrosphere and lithosphere. നോക്കാം, എന്താണ് റിസോഴ്സസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് റിസോഴ്സസ്? അല്ലെങ്കിൽ എന്താണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്? എന്താണ് വിഭവങ്ങൾ? ഈ റിസോഴ്സ് നമുക്ക് ആവശ്യമാണോ ജീവിക്കുന്നതിന്? അതെ മാം, ആവശ്യമാണ്. എന്താണ് ഒരു റിസോഴ്സ് അല്ലെങ്കിൽ വിഭവം എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് നമ്മൾ അതിന് ഉദ്ദേശിക്കുന്നത്? എയർ, വാട്ടർ, സോയിൽ. എയർ, വാട്ടർ, സോയിൽ. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? ഇതിനാണ് റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്? ടോട്ടൽ നാച്ചുറൽ എൻറ്റയർ സർഫേസ് ലെയർ ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതല പാളിയുടെ മുഴുവനായിട്ടും അതിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തായിട്ട് പറയുന്നുണ്ട്? നാച്ചുറൽ റിസോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അല്ലെ. പ്രധാനമായിട്ടും നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് 3 കമ്പോണൻസിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. നാച്ചുറൽ റിസോഴ്സസ് 3 കമ്പോണൻസിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ 3 കമ്പോണൻസ് ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ഘടകങ്ങൾ വരുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ റിസോഴ്സസ് വരുന്നുണ്ട്? എർത്ത് അല്ലെ, എർത്ത് വരുന്നുണ്ട്. എർത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എർത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എയർ ആൻഡ് ഓക്സിജൻ അല്ലെ. എയർ ആൻഡ് ഓക്സിജൻ ആണ് എന്തിൽ വരുന്നത്? അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. ഹൈഡ്രോസ്ഫിയറിൽ എന്തായിരിക്കും വരുന്നത്? ഹൈഡ്രോസ്ഫിയറില് വാട്ടർ റിസോഴ്സസ് അല്ലെ, നമ്മുടെ ജലാശയങ്ങള് അല്ലെങ്കിൽ ഓഷ്യൻസ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭജലം. ഇതാണ് ഇതിൽ വരുന്നത് ഹൈഡ്രോസ്ഫിയറിലെ റിസോഴ്സസ് ആയിട്ട് വരുന്നത്. ലിത്തോസ്ഫിയറിലോ? ലിത്തോസ്ഫിയറിൽ എന്തൊക്കെ കാണാൻ സാധിക്കും? ലിത്തോസ്ഫിയറിൽ എന്തൊക്കെ കാണാം? ഇൻക്ലൂഡിങ് റോക്സ് അല്ലെ, പാറക്കൂട്ടങ്ങള്, മിനറൽസ്, സോയിൽസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ലിത്തോസ്ഫിയറിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അതായത് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ ടോട്ടൽ നാച്ചുറൽ എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് അല്ലെങ്കിൽ വിഭവങ്ങളാണ്. അതിനെ നമ്മൾ എർത്ത് സർഫേസ് അതായത് പ്രകൃതിയുടെ ഭൂമിയുടെ ഉപരിതലം കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് മുഴുവൻ ഉപരിതല പാളിയിലും നാച്ചുറൽ റിസോഴ്സസ്
കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെ നമ്മൾ 3 കമ്പോണൻസിനകത്തായിട്ടാണ് ഇതിനെ നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഏതാണ്? അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ്? എയർ ആൻഡ് ഓക്സിജൻ അല്ലെ, എയർ ആൻഡ് ഓക്സിജൻ. ദെൻ ഹൈഡ്രോസ്ഫിയറിലോ? ഹൈഡ്രോസ്ഫിയർ വാട്ടർ അല്ലെ, എല്ലാ വാട്ടർ റിസോഴ്സസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓഷ്യൻ, ലേക്സ്, തടാകങ്ങള്, റിവേഴ്സ്, പിന്നെന്താണ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, യെസ്. ഇനി ലിത്തോസ്ഫിയറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലിത്തോസ്ഫിയറില് റോക്സ്, മിനറൽസ്, സോയിൽ. Okay, yes. Including rocks, minerals and the soils. Okay. Based on the affluence and availability, natural resources are divided into 2 sections. അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസിനെ ഒറ്റ റിസോഴ്സസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, രണ്ടായിട്ട് ഇതിനെ സെക്ഷൻസ് ചെയ്യുന്നത് അല്ലെ. 2 സെക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. വിഭവങ്ങൾ 2 രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? പുതുക്കാൻ പറ്റുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ പുനരുൽപാദിപ്പിക്കാൻ സാധിക്കുന്ന വിഭവങ്ങൾ അല്ലെ. വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതിൽ വരുന്നത്, വിഭവങ്ങളാണ് ഇതിൽ വരുന്നത്. റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുക്കാൻ സാധിക്കുന്നത് അല്ലെ. ഏതൊക്കെ വിഭവങ്ങളായിരിക്കും? അതായത് പ്രകൃതിയില് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണെന്ന് അല്ലെങ്കിൽ വിഭവങ്ങളാണെന്ത്? പുതുക്കാനാവുന്ന റിസോഴ്സസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ പുതുക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ്. അതായത് നിരന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഇതിൽ വരുന്നത്, റിന്യൂവബിൾ റിസോഴ്സസിൽ വരുന്നത്. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. These resources are naturally restored after being used. Example, water and biomass. അപ്പോൾ പുനരുൽപാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വാട്ടർ, ഒന്ന് ജലമാണ്, മറ്റൊന്ന് ബയോമാസ്. ബയോമാസ് എന്താണ്? ജലാംശം അല്ലെ. എന്താണ് ജലാംശം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സസ്യങ്ങളിലും ജന്തുക്കളിലും നിന്ന് ലഭ്യമാകുന്ന ജൈവ വസ്തുക്കളുടെ ആകെ പിണ്ഡത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോമാസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭ്യമാകുന്ന വസ്തുക്കളുടെ ആകെ പിണ്ഡത്തെ, മൊത്തത്തിലുള്ള പിണ്ഡത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോമാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് എന്തിന് സഹായിക്കുന്നതാണ്? പുനരുൽപാദിപ്പിക്കാൻ സഹായിക്കുന്ന വിഭവങ്ങളാണ്. ഓക്കെ, വാട്ടർ ആൻഡ് ബയോമാസ്. ഓക്കെ, ക്ലിയർ ആണോ? റിന്യൂവബിൾ റിസോഴ്സസ് എന്താണെന്ന്? യെസ് മാം. യെസ്, നമ്മൾ ആദ്യത്തെ വിഭവങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. These are resources which cannot be replenished within a small period. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അല്ലെങ്കിൽ പുനരുൽപാദിപ്പിക്കാൻ പറ്റാത്ത വിഭവങ്ങളാണ് എന്ത്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അതിനെ പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത വിഭവങ്ങൾ എന്ന് പറയാൻ കാരണം? അതായത് ഇത് ഭൂമിയിൽ ഒരു പരിധി മാത്രമേ നിലനിൽക്കുള്ളൂ. ഭൂമിയിൽ ഒരു പരിധി വരെ മാത്രമേ നോൺ റിന്യൂവബിൾ റിസോഴ്സസുകൾ നിലനിൽക്കുകയുള്ളൂ അല്ലെ. നമുക്കറിയാം ഏതൊക്കെയാണ്? ഫോസിൽസ്, ഫ്യൂവൽസ്, ഓർസ് ആൻഡ് മെറ്റൽസ് ഒക്കെ എന്താണ്? നമുക്ക് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ലിമിറ്റഡ് റിസോഴ്സസ് ആണ് അല്ലെ. അതായത് ഇത് ദീർഘകാലം കൊണ്ടാണ് രൂപപ്പെടുന്നത് അല്ലെ. ഇത്തരം റിസോഴ്സസ്, ഫോസിലും അല്ലെങ്കിൽ മെറ്റൽസ്, ധാതുക്കളൊക്കെ എന്താണ്? ദീർഘകാലം, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ സമയം എടുത്തിട്ടാണ് ഇത്തരം വിഭവങ്ങള് എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷെ നമ്മളത് എന്താണ്? പരിമിതമായിട്ട് മാത്രമേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പിന്നീട് ഇത് പുനരുൽപാദിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, സാധിക്കണമെങ്കിൽ എന്താണ്? ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മാത്രമായിരിക്കും അത്തരം വിഭവങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ എന്താണ്? തീർന്നു പോയി. ഓക്കെ, യെസ്. നമുക്കറിയാലോ ഫോസിൽ ഇന്ധനങ്ങളിൽ എന്തൊക്കെയാണ്? ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകമൊക്കെ എങ്കിൽ വരുന്നത് ഫോസിൽ ഫ്യൂവൽസിൽ വരുന്നത്. ഓക്കെ, മറ്റത് എന്താണ്? ഓറസ് മെറ്റൽസ്,
പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്? റീന്യൂവബിൾ റിസോഴ്സസിലെ ധാതുക്കൾ വരും അല്ലെ, മിനറൽസ്. പിന്നെ ഭൂഗർഭജലം കൂടി നമുക്ക് നോൺ റീനബിൾ റിസോഴ്സസ് ആയിട്ട് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ നമ്മൾ നോൺ റീനബിൾ റിസോഴ്സസ് ആയിട്ട് പറയാൻ കാരണം? നമുക്കറിയാം പല ജലാശയങ്ങളുണ്ട് അല്ലെ, നമ്മുടെ വാട്ടർ റിസോഴ്സസ് എടുക്കുകയാണെങ്കിൽ പല ജലാശയങ്ങളും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ ജലാശയങ്ങളും ഒരേപോലെയാണോ? എല്ലാ ജലാശയങ്ങളിലും ഒരേപോലെ വെള്ളം ഉൾക്കൊള്ളുന്നുണ്ടോ? ഇല്ല അല്ലെ, എല്ലാവിടെയും ഒരേപോലെയല്ല അല്ലെ. ചില പ്രത്യേക ജലാശയങ്ങളിലെ ഭൂഗർഭജലങ്ങൾ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, പുനരുത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അതൊരു പരിധി വരെ മാത്രമേ ചില പ്രത്യേക ജലാശയങ്ങളിൽ ആ വെള്ളം നിലനിൽക്കുള്ളൂ. ഓക്കെ, അപ്പോ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആയിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ കൂടി ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. എന്താണിത്? നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെയാണ് നമുക്ക് എന്ത് പറയുന്നത്? നോൺ റീനബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന റിസോഴ്സസുകളാണ് എന്ത്? അതായത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം മുതലായവ. ഓക്കെ, യെസ്. നമ്മൾ ഉപയോഗിക്കും തോറും എന്താണ്? ഇത് ഇല്ലാതാവുകയാണ്. ഉപയോഗിക്കും തോറും ഇത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മള് റീനോവബിൾ റിസോഴ്സസ് പറഞ്ഞ സമയത്ത് റീനോവബിൾ റിസോഴ്സസിലെ പുതുക്കാവുന്ന വിഭവങ്ങളിൽ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. വിൻഡ് എനർജി അവിടെ എഴുതി വെക്കാം കേട്ടോ. വിൻഡ് എനർജി ഇവിടെ റീനോവബിൾ റിസോഴ്സസിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കൂ. വിൻഡ് എനർജി, വിൻഡ് കാറ്റിൽ നിന്നുള്ള ഊർജം അറിയില്ലേ? ജിയോ തെർമൽ എനർജി, ജിയോ തെർമൽ എനർജി, ജിയോ തെർമൽ എനർജി. എന്താണ് ജിയോ തെർമൽ എനർജി? ജിയോ തെർമൽ എനർജി എന്താണ് ജിയോ തെർമൽ എനർജി? സോളാർ എനർജിയാ? സോളാർ എനർജി ആണോ? സൗരോർജം ആണോ? സൗരോർജം ആണോ? ഭൂതാപോർജം അല്ലെ, ഭൂതാപോർജം എന്ത്? അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള ഊർജം എടുക്കുന്നതാണ് നമ്മൾ എന്തിൽ വരുന്നത്? ജിയോ തെർമൽ എനർജിയിൽ വരുന്നത്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോ എനർജി, ഹൈഡ്രോ എനർജി, HYDRO, HYDRO, ഹൈഡ്രോ എനർജി. എന്തിൽ നിന്നുള്ള ഊർജമാണ് ഹൈഡ്രോ എനർജി? ഹൈഡ്രോ വാട്ടർ അല്ലെ, ഹൈഡ്രോ എനർജി വാട്ടർ, ജലത്തിൽ നിന്നുള്ള ഊർജമാണ്. ജിയോ തെർമൽ എനർജി എന്തുമായി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? എർത്ത് ഹീറ്റ് ആണ് കേട്ടോ. ജിയോ തെർമൽ എനർജിയുടെ നേരെ ഹൈഫൺ ഇട്ടിട്ട് എഴുതാം, എർത്ത് ഹീറ്റ് എന്ന് എഴുതാം കേട്ടോ. എർത്ത് ഹീറ്റ്, ഭൂതാപോർജം, ഭൂതാപോർജം. അതായത് ജിയോ എന്നാല് ഭൂമി എന്നാണ് അർത്ഥം. തെർമൽ എന്ന് പറയുന്നത് എന്താണ്? തെർമൽ ചൂട് അല്ലെ. ജിയോ എന്ന ഭൂമിയുടെ അർത്ഥം. അതേപോലെ എന്താണ് തെർമൽ എന്ന് പറയുന്നത് എന്താണ്? താപം അല്ലെങ്കിൽ ചൂട്. അതുകൊണ്ടാണ് ആ വാക്ക് നമ്മൾ എങ്ങനെ പറയുന്നത്? ജിയോ തെർമൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തിന്റെ ഉദാഹരണങ്ങളാണ്? റീന്യൂവബിൾ റിസോഴ്സസിന്റെ ഉദാഹരണങ്ങളാണ്. പുനരുത്പാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് എന്ത്? വാട്ടർ, ബയോമാസ്, പിന്നെ എന്തൊക്കെയാണ്? വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ഹൈഡ്രോ എനർജി. ഓക്കെ, സോളാർ എനർജി പറഞ്ഞോ നിങ്ങള്? സോളാർ എനർജി നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നതാണോ? എവിടെ നിന്നാണ് നമ്മൾ സോളാർ എനർജി എടുക്കുന്നത്? സോളാർ എനർജി സൺലൈറ്റ്, സോളാർ എനർജി അല്ലെ, സൺലൈറ്റ്. ഓക്കെ, ഇനി നോൺ റീനബിൾ റിസോഴ്സസിന്റെ എക്സാമ്പിൾ ഒന്നുകൂടെ എഴുതിക്കോളൂ. ഫോസിൽ ഫ്യൂൾസിന്റെ നേരെ എഴുതാം. ഏതൊക്കെ ഫോസിൽ ഫ്യൂൾസ് ആണുള്ളത്? കോള്, COAL, കോള്, ഓയിൽ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. കോൾ, ഓയിൽ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. Then ഓർസ് മെറ്റൽസിൽ എന്തൊക്കെയാണ് വരുന്നത്? ധാതുക്കളിൽ എന്തൊക്കെയാണ് വരുന്നത്? അയൺ, കോപ്പർ, ഗോൾഡ്, യുറാനിയം, എക്സെട്ര. ഓക്കെ, അയൺ, കോപ്പർ, ഗോൾഡ്, യുറാനിയം, എക്സെട്ര. ഓക്കെ, യെസ്.
മാം ഒന്നുകൂടെ പറയാമോ? ഫോസിൽസിൽ വരുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആയിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? കോൾ, ഓയിൽ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ദെൻ ഓർസ് മെറ്റൽസിൽ വരുന്നത് എന്തൊക്കെയാണ്? അയൺ, കോപ്പർ, ഗോൾഡ്, യുറാനിയം എക്സെട്ര. യുറാനിയം, URANIUM, യുറാനിയം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എഴുതേണ്ട ഒരു കാര്യമായിരുന്നു, വിട്ടുപോയി. ഒരു ചെറിയൊരു നോട്ട്, നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു നോട്ട് ചെയ്യാം കേട്ടോ. പറയുന്നത് ശ്രദ്ധിക്കാം, എഴുതെടുക്കാം. നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡ് components of the atmosphere. Components of the atmosphere എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എയർ എന്ന് എഴുതാം കേട്ടോ. അറ്റ്മോസ്ഫിയർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എയർ എന്ന് ഇടാം, ഒരു കോമ ഇടാം. Then hydrosphere അതിന്റെ കൂടെ തന്നെ എഴുതി പോവാട്ടോ. ഹൈഡ്രോസ്ഫിയർ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? വാട്ടർ. ഹൈഡ്രോസ്ഫിയറിന് ബ്രാക്കറ്റിലെ വാട്ടർ എന്ന് എഴുതാം. ആൻഡ് ലിത്തോസ്ഫിയറിന്റെ ബ്രാക്കറ്റിൽ എന്താണ് എഴുതേണ്ടത്? ലിത്തോസ്ഫിയറിന്റെ ബ്രാക്കറ്റില് ലാൻഡ് ആൻഡ് മെറ്റീരിയൽസ്. അവിടെ ഒന്നുകൂടി പറയാണ്, നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡ് കമ്പോണൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ബ്രാക്കറ്റിൽ എയർ, ഹൈഡ്രോസ്ഫിയർ ബ്രാക്കറ്റിലെ വാട്ടർ, ആൻഡ് ലിത്തോസ്ഫിയറിലെ ഏതൊക്കെ മെറ്റീരിയൽ വരുന്നുണ്ട്? ലാൻഡ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ, ദെൻ ഒരു കോമയും കൂടി ഇടാം കേട്ടോ. which provide essential elements for life and human activities. Which provide essential elements for life and human activities. എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്? ഒരാളൊന്ന് പറയാമോ? ഇപ്പൊ എഴുതിയെടുത്ത കാര്യം ഒന്ന് ഒരാൾ പറയാമോ? Natural resources include components of the atmosphere bracketly air, hydrosphere bracketly water, and lithosphere bracketly land and materials, which provide essential elements for life and human activities. ഇതെന്താണെന്ന് പറയാമോ? നാച്ചുറൽ റിസോഴ്സസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്നാണ് നമ്മൾ ഈ ഡെഫിനിഷനിൽ പറയുന്നത്. ഏതൊക്കെ വിഭവങ്ങളാണെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ 3 തലങ്ങളായിട്ട് അറ്റ്മോസ്ഫിയറിനെ തരംതിരിച്ചിട്ടുണ്ട്. ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, അല്ല ഭൂമിയുടെ ഉപരിതലത്തിന് കമ്പോണൻസ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ. ഇതിൽ അറ്റ്മോസ്ഫിയറിൽ എയർ വരും. പിന്നെ എയർ ആൻഡ് ഓക്സിജൻ ആണ് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. ഹൈഡ്രോസ്ഫിയറിൽ വരുന്നത് വാട്ടർ, ഭൂഗർഭജലം, വാട്ടർ ഹൈഡ്രോസ്ഫിയറിൽ വരും. പിന്നെ ലിത്തോസ്ഫിയറിൽ ലാൻഡ് ആൻഡ് മെറ്റീരിയൽസ്, റോക്സ്, മിനറൽസ്, സോയിൽ എല്ലാം ഈ ലിത്തോസ്ഫിയറിൽ വരും. ഇതൊക്കെ നമുക്ക് എസെൻഷ്യൽ നമ്മുടെ നമുക്ക് ജീവിക്കുന്നതിനും ഹ്യൂമൻ ആക്ടിവിറ്റീസിനും വേണ്ട എല്ലാ അത്യാവശ്യമായ എല്ലാ എലമെന്റ്സും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ 3 കമ്പോണൻസിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എലമെന്റ്സുകളാണ് ഈ 3 കമ്പോണൻസ്. ഓക്കെ, യെസ്.
ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? രണ്ട് സെക്ഷൻസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും ക്ലിയർ ആണോ? എക്സാമ്പിൾ സഹിതം. യെസ് മാം. യെസ്. ഇനി ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ് സെമിനാർ ആണ് അല്ലേ? ആരാണ്? ഡേക്സിനാണല്ലേ? ആണോ? അതെ അതെ മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ അല്ലേ എടുക്കാൻ? ആ human interaction with the resources. First point is sustainable management of renewable resources. മാം പറഞ്ഞ പോലെ റിന്യൂവബിളും നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇതിൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് ദ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ വേ പീപ്പിൾ യൂസ്, മാനേജ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ ദ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് തിങ്സ് അറൌണ്ട് ദം ടു മീറ്റ് ദെയർ നീഡ്സ് ആൻഡ് ഇംപ്രൂവ് ദെയർ ലൈഫ്സ്. അപ്പോൾ ഹ്യൂമൻസ് അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ ജീവിതത്തിനും വേണ്ടിയിട്ട് ഈ റിസോഴ്സസ് ഒക്കെ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, അതെല്ലാം ഈ ഹ്യൂമൻ ഇന്ററാക്ഷൻ എന്ന ഇതിൽ വരും. അതായത് നാച്ചുറൽ റിസോഴ്സസ് എയർ, വാട്ടർ, സോയിൽ, ഫോറസ്റ്റ്, മിനറൽസ്, സൺലൈറ്റ്, ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സിൽ വരുന്നതാണ്. അപ്പം ഈ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യൂട്ടിലൈസേഷൻ വരും. അത് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ യൂസിങ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ഫാമിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട്, പിന്നെ യൂസിങ് ഫോറസ്റ്റ് ഫോർ വുഡ് ആൻഡ് മെഡിസിൻ, ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ സസ്റ്റൈനബിൾ മാനേജ്മെന്റ്. പിന്നെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ബിൽഡിംഗ് ഡാം, കനാൽസ്, സിറ്റീസ് മോഡിഫൈ ചെയ്യാൻ, കൾട്ടിവേറ്റിംഗ് ക്രോപ്സ്, മൈനിങ്, ഇതിലൊക്കെ ഈ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, വാട്ടർ റീയൂസ് ചെയ്യുന്നത്, വേസ്റ്റ് ഒക്കെ റീസൈക്ലിംഗ് ചെയ്യുന്നത്, ഇതെല്ലാം ഈ കൺസർവേഷനിൽ വരും. പിന്നെ ഇത് എക്സ്പ്ലോയിറ്റേഷനും ഉണ്ട് ഇതിൽ. ഇപ്പൊ ഓവർ യൂസ് ഓഫ് ഫോസിൽസ്, ഫ്യൂവല്, ഈ ഡിഫോറസ്റ്റേഷൻ വഴി, ഓവർ ഫിഷിംഗ് വഴി, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാണ് നമ്മുടെ ഈ നാച്ചുറൽ റിസോഴ്സസ്. അപ്പം ഇതിൽ പറയുന്നത്, ഈ പാരഗ്രാഫ് പറയുന്നത്, പ്രൈമറി കൺസേൺ ഇൻ ദ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ഈസ് to secure that the rate at which it is begun, replenished or regenerated. This means that the water should not be drawn from wells as at a faster rate than the rate at which rainwater is replenishing underground storage system. In the same way, the number of trees cut down should not overstrip the number of new trees planted. അതായത് നമ്മൾ ഈ നമ്പർ ഓഫ് ട്രീസ് കട്ട് ഡൗൺ ഷുഡ് നോട്ട് ഓവർസ്ട്രിപ്പ് ദ നമ്പർ ഓഫ് ന്യൂ ട്രീസ് പ്ലാന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ട്രീസ് എന്ന് പറയുന്നത് ട്രീസ് അതിന്റെ എണ്ണം നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന ട്രീസിന്റെ കാട്ടി കൂടുതലാവാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ ഈ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ വീണ്ടും ലഭ്യമാകുന്ന, വീണ്ടും തീർന്നു പോകാതെ വളരുന്ന വിഭവങ്ങളെയാണല്ലോ ഈ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് പുനർജനന ശേഷിയുള്ള സ്വാഭാവിക വിഭവങ്ങൾ. ഇത് നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അത് പുതിയ ട്രീസ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതൊരിക്കലും കട്ട് ചെയ്യുന്ന ട്രീസ് അതിൽ കൂടുതലാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് കനോട്ട് ബി റിപ്ലനിഷ്ഡ് ക്വിക്ലി വൺസ് യൂസ്ഡ്. അതായത് ഈ കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, മിനറൽസ്, ഇതൊക്കെ മാം പറഞ്ഞതാ. അയൺ, കോപ്പർ, ഗോൾഡ്, ന്യൂക്ലിയർ ഫ്യൂവൽസ്, ഇതൊക്കെ ദ മോർ വി യൂസ് ദ ലെസ് റിമൈൻസ്. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നോ അതനുസരിച്ച് കുറഞ്ഞു വരും. വീണ്ടും നമുക്കത് വീണ്ടും അത് കിട്ടില്ല. ഇത് ഈ വിഭവങ്ങളെയൊക്കെ ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പുനർജനന ശേഷിയില്ലാത്ത വിഭവങ്ങൾ, ഇത് പരിമിതമായതിനാൽ അതിനെ നമ്മൾ കരുതലോടെ വേണം ഉപയോഗിക്കാനായിട്ട്. ഇതിലൊരു സെന്റൻസ് പറയുന്നത്, ദ എർത്ത് ഈസ് ബേസിക്കലി എ ക്ലോസ്ഡ് സിസ്റ്റം. അതായത് ഭൂമി ഒരു അടഞ്ഞ സംവിധാനം ആണെന്നാണ്. ഭൂമിക്ക് പുറത്തു നിന്ന് പുതിയ എണ്ണയും ഗ്യാസ് മുതലായ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഇത് ഭൂമിയിൽ ഈ നിലവിലുള്ള അളവ് നിശ്ചിതമായതുകൊണ്ട് അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാനോ പുതിയതുണ്ടാക്കാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നാം ഇപ്പോൾ ഉപയോഗിക്കുന്നതിന് അധികം ലഭ്യമാകാത്തത് കൊണ്ട്, ഇത് ഒരിക്കലും തീർന്നാൽ അത് വീണ്ടും ലഭ്യമാകാത്തതുകൊണ്ട് നമ്മളത് കരുതലോടെ നല്ല രീതിയിൽ മാനേജ്മെന്റ് ചെയ്ത് അങ്ങനെ കരുതലോടെ ഉപയോഗിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്.
ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിന്റെ മെത്തേഡ്സ് ഓഫ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് കൺസർവേഷൻ ആൻഡ് എഫിഷ്യന്റ് യൂസ് വഴി എനർജി ആൻഡ് എഫിഷ്യന്റ് അപ്ലയൻസസ് ആൻഡ് വെഹിക്കിൾസ്. അതായത് ഇപ്പം കൂടുതലും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, പെട്രോള് ഡീസലൊക്കെ കുറെയൊക്കെ നമുക്ക് അതുവഴിയൊക്കെ നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും. പിന്നെ മാം പറഞ്ഞ പോലെ ഈ വിൻഡ് എനർജി, സോളാർ എനർജി, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇതുവഴി സസ്റ്റൈനബിൾ മാനേജ്മെന്റിൽ ഇതൊക്കെ വരുന്നതാണ്. അഡോപ്റ്റ് എനർജി സേവിങ് ഹാബിറ്റ്. ഇപ്പം വീട്ടിൽ തന്നെ നമുക്കത് നോക്കാം. ആവശ്യമില്ലാതെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കാം. വേസ്റ്റേജ് റെഡ്യൂസിങ് വേസ്റ്റേജ്, റീസൈക്ലിംഗ് ചെയ്യാം, റീയൂസ് ചെയ്യാം. അങ്ങനെ അപ്പം ഈ സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ പവർ, ബയോ എനർജി, ഇതൊക്കെ ഇൻസ്റ്റെഡ് ഓഫ് ഫോസിൽ ഫ്യൂവലിന് പകരമായിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് മാനേജ് ചെയ്ത് നമുക്ക് അത് നമുക്ക് കരുതലോടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനാണ് പറഞ്ഞു. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ ഗ്രീൻ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്. പിന്നെ ഗവൺമെന്റ് തന്നെ ഇപ്പം ഓവർ മൈനിങ് ഒക്കെ കൺട്രോൾ ചെയ്യുകയും ഡ്രില്ലിംഗ് ഒക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെ ലോസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഇതൊക്കെ നമ്മൾ കരുതലോടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് ഈ നിയമങ്ങളും ഒക്കെ ഉണ്ടായേക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പം നമുക്ക് ഭാവി ജനറേഷന് വേണ്ടിയിട്ട് കൂടി നമുക്ക് ഇത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഒക്കെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ അത് കരുതലോടെ ഉപയോഗിച്ചേ മതിയാകും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അപ്പോ വെരി ഗുഡ്. ഇതിന്റെ വെച്ചിട്ടൊരു ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പിൻ ചെയ്യട്ടെ. ഓക്കെ, സസ്റ്റൈനബിൾ മാനേജ്മെന്റിന്റെ ഫ്ലോ ചാർട്ട് ആണ് അല്ലേ? ഇത് ഈ യൂണിറ്റിന്റെ വെച്ചിട്ട് ചെയ്തതാണ്. ശരി, ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഉള്ള വിഭവങ്ങളെ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ മാനേജ്മെന്റിന്, അല്ലെ? കൃത്യമായ ഒരു അളവിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ വികസനം അല്ലെങ്കിൽ സുസ്ഥിര വികസനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് നമ്മൾക്ക് മാത്രം ഇത് ഉപയോഗിച്ചാൽ മതിയാവില്ല, വരും തലമുറകൾക്ക് കൂടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്താണ് നമ്മളത് നല്ല രീതിയിൽ അത് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തിനു നല്ല രീതിയിൽ സേവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഹ്യൂമൻ ബീങ്സിന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആരാണ്? നെക്സ്റ്റ് നമ്മള് ഇനി പൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ആരാ എടുക്കുന്നത്? വേണ്ടോ? വേണ്ടോ? സെമിനാർ നമ്മൾ വെറുതെ എടുക്കുന്നില്ല കേട്ടോ, മാർക്ക് എടുക്കുന്നതാണ് കേട്ടോ, അറിയാലോ? ഇവ ആബ്സെന്റ് ആണോ? ക്ലാസ്സിലില്ല? ഓക്കെ, നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ മാത്രം പറയാം. എൻവയോൺമെന്റ് പൊല്യൂഷൻ മീൻസ് ബ്രീക്കിംഗ് ദ എൻവയോൺമെന്റ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഈസ് unable to play its role properly. A blended environment is not going to maintain, nourish and sustain humanity. Environmental pollution is air pollution, land pollution, sound pollution and radiation pollution. എന്താണ് നമ്മൾ പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത്? പരിസ്ഥിതിക്ക് എന്തുകൊണ്ടും ദോഷമാകുന്ന ഏതൊരു തരം പ്രവൃത്തിയും നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? മലിനീകരണം എന്നാണ്, അല്ലെ? അല്ലെങ്കിൽ പൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ അതിനെ അർത്ഥമാക്കുന്നത്. അതായത് നമുക്ക് പരിസ്ഥിതിയെ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് അവിടെ പൊല്യൂഷൻ നിർബന്ധമായിട്ടും വന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്, അല്ലെ? അപ്പൊ നമ്മള് ശരിക്കും നോക്കുകയാണെങ്കിൽ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ മലിനീകരണത്തിലേക്ക് എത്തിച്ചേർക്കുന്ന അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആക്കുന്നത് ആരാണ്? ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്, അല്ലെ? മനുഷ്യർ തന്നെയാണ്, ഹ്യൂമാനിറ്റിയാണ് എൻവയോൺമെന്റിന് ഇത്രയും കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ എന്താ? പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന നിർദ്ദിഷ്ട ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്, അല്ലെ? മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻസിന് കാരണമാകുന്നത്. ഓക്കെ, പക്ഷെ അവൻ ഓർക്കുന്നില്ല അത് അവന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഓക്കെ,
നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാന്ന് പറയൂലേ, അതുപോലെയാണ് മനുഷ്യൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമുക്കറിയാം എയർ പൊല്യൂഷൻ തുടങ്ങി, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ തുടങ്ങി, റേഡിയേഷൻ പൊല്യൂഷൻ തുടങ്ങി ഇവയെല്ലാം തന്നെ എന്താണ് അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. ആർക്കും തന്നെ അതിനെ എത്രത്തോളം ചെറുത്ത് നിർത്താൻ നോക്കിയാൽ പോലും എന്താണ് മനുഷ്യൻ വീണ്ടും വീണ്ടും മോശമായ പ്രവർത്തനങ്ങളിലൂടെ എന്താണ് പ്രകൃതിയെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റൽ പൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകളാണ് നമ്മൾ ഇനി ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, സെമിനാർ എടുക്കുന്നത്. ഫസ്റ്റ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ആണോ ഇപ്പൊ എടുക്കുക എന്ന് പറഞ്ഞത്? അതെ മാം. ആ കുട്ടി തന്നെ എടുക്കണം കേട്ടോ. ലാൻഡ് പൊല്യൂഷൻ ആരായിരുന്നു? ജോളി ചേച്ചി. ജോളി ഗീവർഗീസ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം കയറിയപ്പോ പറഞ്ഞല്ലേ ഫ്രൈഡേ നിങ്ങൾ സെമിനാർ എടുക്കണമെന്ന്. സൗണ്ട് പൊല്യൂഷൻ ആരാണോ? സൗണ്ട് പൊല്യൂഷൻ എടുക്കുന്ന ആളിപ്പോ ക്ലാസ്സിലുണ്ടോ? ധന്യുണ്ടോ? ധന്യുണ്ടോ? ധന്യല്ല മാം, രമ്യ. രമ്യ ജിജു. രമ്യുണ്ട് മാം. മാം രമ്യ സൗണ്ട് പൊല്യൂഷൻ ആരുടെ ടോപ്പിക് ഏതാണോ? കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാം കേൾക്കാം. സൗണ്ട് പൊല്യൂഷൻ, അതായത് ശബ്ദ മലിനീകരണം. Unwanted sound is simply called noise, the intensity of which is usually measured in a unit called decibel. The mildest sound that humans hear directly is called threshold of hearing. അതായത് നമ്മുടെ കാതുകൾക്ക് അസഹ്യമായതും അരോചകവുമായ ശബ്ദത്തെയാണ് ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത്. നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ശബ്ദം ാണ് ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ശബ്ദം അളക്കുന്നത് ഡെസിബൽ യൂണിറ്റിലാണ്. ശബ്ദ മലിനീകരണത്തിന്റെ കാരണങ്ങൾ വാഹനങ്ങൾ, ലൗഡ് സ്പീക്കർ, ഫാക്ടറീസ്, മാസ് മീഡിയ എന്നിവയിൽ നിന്നുള്ള ശബ്ദങ്ങളാണ്. അതായത് വാഹനങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം, ഫാക്ടറീസ് പുറപ്പെടുവിക്കുന്ന ശബ്ദം, ഇതെല്ലാം ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നു. ശബ്ദ മലിനീകരണം കൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നാഡീഞരമ്പുകളെയും അത് ബാധിക്കും. ഗർഭിണികളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. ഇതൊക്കെയാണ് മാം എനിക്ക്. ഓക്കെ, ഇത്ര നോക്കിയിട്ടുള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞു മാം, കഴിഞ്ഞു. കോൺസിക്വൻസസ് പറഞ്ഞോ? പറഞ്ഞു. ഹൃദയത്തെയും നാഡീഞരമ്പുകളെയും ഗർഭിണികളിലെയും സാരമായി ബാധിക്കുന്നു. ശരി. നെക്സ്റ്റ് റേഡിയേഷൻ പൊല്യൂഷൻ ഉമ്മയായിരുന്നോ? Yes, ma'am. Radiation pollution. Radioactive materials are most toxic as compared to organic poisons. Nuclear war material text explores working of power plants and the use of radio isotopes in medicines. Industry and research are the main source of radioactive pollution that could threaten or demean the quality of the environment. അതായത് വികിരണ മലിനീകരണം. ഓർഗാനിക് വിഷയങ്ങളെ അപേക്ഷിച്ച് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ കൂടുതൽ വിഷാംശമുള്ളവയാണ്. അതായത് ആണവ യുദ്ധ സാമഗ്രികള്, ആണവ പരീക്ഷണങ്ങള്, വൈദ്യുത നിലയങ്ങളുടെ പ്രവർത്തനം, മരുന്നുകള്, വ്യവസായം, ഗവേഷണം എന്നിവയിൽ റേഡിയോ ഐസോടോപ്പുകളുടെ ഉപയോഗം എന്നിവയാണ് റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന്റെ പ്രധാന ഉറവിടങ്ങള്. ഇത് പരിസ്ഥിതിയുടെ ഗുണമേന്മയെ നശിപ്പിക്കുകയോ മോശമാക്കുകയോ
ചെയ്യുന്നു. കോസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ, അതായത് സ്വാഭാവിക പ്രക്രിയയിലുണ്ടാകുന്ന മലിനീകരണം, മനുഷ്യ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന മലിനീകരണം. റേഡിയോ ആക്റ്റീവ് മലിനീകരണം എന്നാൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിലോ പരിസ്ഥിതിയിലോ കലരുന്നത് മൂലമാണ് മലിനീകരണം കാരണം. ഇത് മനുഷ്യന് മറ്റു ജീവജാലങ്ങൾക്കും ദോഷകരമാണ്. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുന്ന അയോണൈസിങ് വികിരണം പരിസ്ഥിതിയെ മലിനമാക്കുന്നു. അതിന്റെ അപകടങ്ങൾ എന്താന്ന് വെച്ചാൽ ആണവ നിലയങ്ങളിലെ അപകടങ്ങൾ, ആണവായുധ പരീക്ഷണങ്ങൾ എന്നിവ റേഡിയേഷൻ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇപ്പൊ ആണവ മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തതും റേഡിയേഷൻ മലിനീകരണത്തിന് കാരണമാകാറുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണം, എക്സാമ്പിൾ ഇപ്പോ വാണിജ്യ വ്യാവസായിക മാലിന്യങ്ങളിൽ നിന്നുള്ള വ്യാവസായിക മലിനജലം, അത് മനഃപൂർവമോ അല്ലെങ്കിൽ ചോർച്ചയിലൂടെയോ ജലത്തിൽ കലരുന്നത് മൂലം ജലം മലിനമാകുന്നുണ്ട്. പിന്നെ അനന്തരഫലങ്ങൾ, ഇത് ഷോർട്ട് ടേം ഇൽനെസ് ടു ലോങ് ടേം ഡിസീസസ് ലൈക്ക് ക്യാൻസർ ആൻഡ് ജനറ്റിക് മ്യൂട്ടേഷൻസ് ഇതുമൂലം ഉണ്ടാകുന്നത്. ചെറിയ ചെറിയ അസുഖങ്ങളിൽ നിന്നും വലിയ അസുഖങ്ങളായ ക്യാൻസർ മുതൽ ജനിതക അസുഖങ്ങളിലേക്ക് ഇത് വഴിതെളിക്കുന്നുണ്ട്. കേന്ദ്ര സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ നിയമം നിലവിൽ വന്നത്. ദ വാട്ടർ എന്താണ് ജലമലിനീകരണ നിയന്ത്രണവും പ്രതിരോധവും നിയമവും നിലവിൽ വന്നത് 1974 1981 വായു മലിനീകരണം തടയലും നിയന്ത്രണവും അതിന്റെ നിയമം നിലവിൽ വന്നത് 1981 നിലവിൽ വന്നു. പിന്നെ പരിസ്ഥിതി സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് 1986 ആണ്. പിന്നെ മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നത് 1988. ഓക്കെ ആണോ മാം? യെസ് മാം. ഇവിടെ സൗണ്ട് പൊല്യൂഷനും പറഞ്ഞു, റേഡിയേഷൻ പൊല്യൂഷനും പറഞ്ഞു. ബാക്കി കുട്ടികൾ അവർ എടുക്കുമ്പോൾ നമുക്കത് പറയാം കേട്ടോ. സൗണ്ട് പൊല്യൂഷനിൽ നിങ്ങൾ എന്താണ് അതിന്റെ കോൺസിക്വൻസസ്, എന്തുകൊണ്ടാണ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവണം എന്നുള്ളത് അത് നോക്കുക. ലൗഡ് സ്പീക്കർ, മാസ് മീഡിയ, ഇൻഡസ്ട്രീസ് ആൻഡ് ഡിഫൻസ് എക്യുപ്മെന്റ്സിൽ നിന്ന് അതിന്റെ കോൺസിക്വൻസസ് പഠിച്ചു വെക്കണം കേട്ടോ. കോൺസിക്വൻസസ് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് സൗണ്ട് പൊല്യൂഷന്റെ കോൺസിക്വൻസ്? ഡിയർനെസ്, എഫക്ട് ഓഫ് പ്രഗ്നന്റ് വുമൺ, എഫക്ട് ഓൺ നെർവസ് സിസ്റ്റം, എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽസ്. നോക്കി പോണോട്ടോ അതൊക്കെ. ഓക്കെ. റേഡിയേഷൻ പൊല്യൂഷൻ അല്ലെ, റേഡിയോ ആക്റ്റീവ് കിരണങ്ങളിൽ നിന്നുള്ള പൊല്യൂഷൻസ് ആണ്, മലിനീകരണമാണ് റേഡിയേഷൻ പൊല്യൂഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നാച്ചുറൽ പ്രോസസ്സും ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് അതിന്റെ പ്രധാന കാരണങ്ങളായി പറയുന്നത്. കോൺസിക്വൻസസ് എന്തൊക്കെ കോൺസിക്വൻസസ് വരുന്നുണ്ട്? ആക്റ്റീവ് എഫക്ട്സ് വരുന്നുണ്ട് അല്ലെ, ആക്റ്റീവ് എഫക്ട്സും ലേറ്റ് എഫക്ട്സ് ഉണ്ട്. ആക്റ്റീവ് എഫക്ട്സിൽ എന്തൊക്കെ വരും? ആക്റ്റീവ് എഫക്ട്സിൽ എന്തൊക്കെ വരുന്നാണ് പറഞ്ഞത്? പറഞ്ഞോ? ആക്റ്റീവ് എഫക്ട്സ് ആണ് നമ്മുടെ അതായത് നമ്മുടെ സ്കിന്നിന് ബേണിങ്സ് ഉണ്ടാവില്ലേ, പൊള്ളലുകൾ, അതൊക്കെ എന്തിൽ വരുന്നതാണ്? ആക്റ്റീവ് ആയിട്ടുള്ള എഫക്ട്സിൽ വരുന്നതാണ്. ഓക്കെ. ഇനി ചിലത്തില് വോമിറ്റിംഗ് വരും. ചില റേഡിയേഷൻസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരാറുണ്ട്. അതുകൂടെ എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ. ആക്റ്റീവ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള എഫക്ട്സ് മാത്രമാണ്. ലേറ്റ് എഫക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റേഡിയേഷൻ പോലെ ലേറ്റ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വളർച്ച, മുരടിപ്പൊക്കെ ഏത് മൂലം ഉണ്ടാവുന്നതാണ്? ലേറ്റ് എഫക്ട്സ് മൂലം ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോ റേഡിയോ ആക്റ്റീവിന്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഏതൊക്കെയായിരുന്നു? വാർ മെറ്റീരിയൽസ്, എക്സ്പ്ലോഷൻസ്, വർക്കിംഗ് ഓഫ് പവർ പ്ലാന്റ്സ് ആൻഡ് യൂസ് ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് ഇൻ മെഡിസിൻസ്.
Industry and research are main sources of radioactive pollution. So radioactive pollution main sources ഏതൊക്കെയാണെന്ന് ചോദിച്ചു ഇതൊക്കെ ആയിരിക്കുള്ളൂ ഓപ്ഷൻസിൽ ഉണ്ടായിരിക്കുക. അത് നോക്കി വെക്കാട്ട് അണ്ടർലൈൻ ചെയ്യാം. Then നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത് എന്താണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് അതിന്റെ ഇയർ നോട്ട് ചെയ്തു ഏത് ആക്ടിലാണ് ഏത് ഇയർ ആണെന്നുള്ളത് നോക്കുക. അത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്നാണ് 1974. The എയർ ആക്ട് എന്നാണ് 1981. Prevention and control of pollution. The Environmental Protection Act. ഇതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത് 1986 ആണ് കേട്ടോ ഓർക്കുക. Then the Motor Vehicle Act 1988. 4 ആക്ട്സുകൾ നിങ്ങൾ സെൻട്രൽ ബോർഡ്സിന്റെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിന്റെ 4 ആക്ട്സുകളും പഠിച്ചു വെക്കണം. ഓക്കെ ക്ലിയർ? ക്ലിയർ മാം. ക്ലിയർ മാം. ഇനി മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് അതും സെമിനാർ ടോപ്പിക് അല്ലേ? അതെ മാം. അതെ മാം. യെസ് മാം. അതാരാ എടുക്കുന്നേ? അതില് 3 പോയിന്റ് 3 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അങ്ങനെ 3 പോയിന്റ് ആദ്യത്തെ 3 പോയിന്റ്സ് ആർക്കായിരുന്നു? രണ്ടാമത്തത് സിനു ഷാഗർ. ഓക്കെ. റിസോഴ്സ് ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞുതരാന്നല്ലേ പറഞ്ഞത്? അതെ മാം. അതിന്റെ ബാക്കി മാം പറയാന്ന് പറഞ്ഞു. അപ്പോ ഈ സെമിനാർ എടുക്കാൻ പറ്റാത്ത കുട്ടികൾ എന്താണ് വരാഞ്ഞത്? ഇന്റേൺഷിപ്പിന് പോയിരിക്കുകയാണോ? അല്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ വരാതിരിക്കുന്നതോട് നമ്മുടെ സെമിനാർ ടോപ്പിക് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും. നിങ്ങൾക്ക് പഠിക്കാൻ ഡിലേ ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സെമിനാർ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഏതൊക്കെ എടുക്കാനുള്ളത്? എയർ പൊല്യൂഷൻ ഉണ്ട്, സൗണ്ട് പൊല്യൂഷൻ എടുത്തു അല്ലെ, ലാൻഡ് പൊല്യൂഷൻ രണ്ടെണ്ണം അല്ലേ? എയർ ആരായിരുന്നു? ഇവയായിരുന്നു നോക്കുന്നത് അല്ലെ? എയർ ഇവയാണോ? എയർ ഇവയും ലാൻഡ് ജോളി ചേച്ചി. സലീനക്ക് സെമിനാർ ടോപ്പിക് ഇല്ലാന്നാണോ സലീന പറഞ്ഞേ? എനിക്ക് കിട്ടിയില്ല മാം. ഇപ്പൊ തന്നെ തരാനോ? എടുത്തിട്ടില്ല മാം സെമിനാർ ടോപ്പിക്. ഇപ്പൊ തന്നെ തരാം. ഈ 7th ടോപ്പിക് അങ്ങനെ ഞാൻ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ തന്നെ തരാം കേട്ടോ. ഓരോ ടോപ്പിക് നോക്കാതെ സെർച്ച് ചെയ്താൽ കിട്ടും. സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് വേണം അത് അവതരിപ്പിക്കാൻ കേട്ടോ. ഇത് നിങ്ങളുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളത് പറയണം. ഓക്കെ, ഇത് ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ പറയുന്നത് കുറച്ചും കൂടി അതൊന്നും കൂടി അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് സെമിനാർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ റിസോഴ്സ് ഡിക്ലറേഷൻ എടുക്കണം. അതായത് വിഭവങ്ങളുടെ ശോചീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആരെടുക്കും? സലീൻ എടുക്കോ? ഭൂഗർഭജലത്തിന്റെ ഡിഫ്ലേഷൻ ചോദിച്ചു കേട്ടോ. റിസോഴ്സസ് ഡിഫ്ലേഷനില് ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എടുക്കാം. ഓക്കെ, എല്ലാവർക്കും തരാം, എല്ലാവർക്കും തരാം. ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ വളരെ ബ്രീഫ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് ലെങ്തി ആയിട്ട് പറയണ്ട, ബ്രീഫ് ചെയ്ത് പറയാം. അത് മാത്രം. അത് മാത്രം. ഡിഫ്ലേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഡിഫ്ലേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആർക്ക് വേണം? ഉനൈസ. എനിക്ക് പേര് മുഴുവനായിട്ട് ഇപ്പോൾ അറിയണം. ഉനൈസക്ക് കൊടുക്കാം. ബയോളജിക്കൽ ആക്ടിവിറ്റി കേട്ടോ, ഡൈവേഴ്സിറ്റി എഴുതിയെടുക്കുമ്പോ. ശാന്തിക്ക് എന്താണ്? ജനറ്റിക് വേരിയബിലിറ്റി. ഡിഫ്ലേഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി. ടോപ്പിക് എല്ലാം സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ അത് നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക, എന്നിട്ട് അതുകൂടെ അവതരിപ്പിക്കാം. വളരെ ബ്രീഫ് ആയിട്ട്, ഒരുപാട് ലെങ്തി ആവണ്ട കേട്ടോ. Then Saga Arun, deflation of ocean bed resources. എഴുതിയെടുത്തോളൂ കേട്ടോ. Saga Arun, deflation of ocean bed resources. Then ജ്യോതിക്ക് ടോപ്പിക് ഇല്ലല്ലോ? ഇല്ല മാം. Deflation of non-renewable resources. Deflation of non-renewable resources. അഫ്സത്തെ. എന്തോ? ഹഫ്സത്തിനും കൂടെ കൊടുക്കും മാം. അവള് ചോദിക്കണോ? പേര് മനസ്സിലായില്ല. ആരാണ്? ഹഫ്സത്ത്. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിലുള്ള ആളാണോ? ഇതൊന്നും കണ്ടിട്ട് പോകുന്നില്ല.
സാഗ അരുന്നൊക്കെ ആദ്യമൊക്കെ കേൾക്കുക. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു മാം. ആണോ കണ്ടിട്ടുണ്ടാവുള്ളൂ, അറിയില്ല. ആൾക്ക് എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി റേഡിയേഷൻ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ. എളുപ്പമാണ്, നല്ല ടോപ്പിക്കാണ് കേട്ടോ, അതെടുത്താൽ മതി. ഓക്കെ, എയ്ത്ത് ടോപ്പിക്, 8ാമത്തെ ടോപ്പിക്കാണ്. ദെൻ 9th, ഇനി ആയിരിക്കും കിട്ടാത്തത്? പറഞ്ഞു, പേര് പറഞ്ഞു. ടോപ്പിക്കിന്റെ വലിപ്പവും നീളവും കണ്ടിട്ട് ആരും പേടിക്കേണ്ട, അതൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. നഫീലയ്ക്ക് ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആർംസ് റേസ്. ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആർംസ് റേസ്. Then Rija Jibin, conquering of the outer space. എല്ലാവർക്കും വയറ് നിറച്ച് കിട്ടിയില്ലേ? ഫർസാന പറയണ്ടായിരുന്നു മാം. ആരാണ്? ഫർസാന. ഞാൻ കണ്ടില്ല മെസ്സേജ്. ഫർസാന എന്ന റിസോഴ്സ് ഡിഫ്ലേഷൻ എന്താണെന്ന് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് അവർ എടുത്തോളൂ. റിസോഴ്സ് ഡിഫ്ലേഷൻ എന്താണെന്ന് മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഫർസാന 7th പോയിന്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാണ്, വളരെ ബ്രീഫ് ആയിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ, ഒരുപാട് ലെങ്തി പോകണ്ട. ഇപ്പൊ നമ്മളിപ്പോ ഒരു 2-3 ടോപ്പിക് ഇപ്പൊ എടുത്തില്ല, അതേപോലെ തന്നെ വളരെ ബ്രീഫ് ചെയ്ത് പറയാം. പക്ഷെ കാര്യങ്ങളും കണ്ടന്റുകളും ഉണ്ടായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം, അതേപോലെ എടുക്കണം കേട്ടോ. ഓക്കെ, പ്രിപ്പയർഡ് ആയിട്ട് തന്നെ സെമിനാർ എടുക്കുക. പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾക്കൊരു ഇന്ന് പ്രിപ്പയർഡ് അല്ലെന്ന് എനിക്ക് ക്ലാസ്സിൽ നിങ്ങൾ സെമിനാർ എടുക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് അവിടെ ഉള്ള ഒരു തപ്പിപ്പെടൽ വരുന്ന സമയത്ത് ടെൻഷൻ കൊണ്ടല്ല, പ്രിപ്പയർനെസ് കുറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്കൊരു തപ്പിപ്പെടല് പോകുന്നത്. നമ്മൾ ക്ലാസ്സിൽ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ തപ്പിപ്പെടൽ നിന്നാൽ കുട്ടികൾ ടീച്ചറിനെ എങ്ങനെ വിലയിരുത്തും? ശരിയല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് ഒക്കെ തന്ന് നിങ്ങളെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വളരെ കോൺഫിഡന്റ് ആയിട്ട് നന്നായിട്ട് നല്ല കുട്ടികളായിട്ട് പഠിച്ച് വന്ന് ക്ലാസ് എടുക്കാം. ഓക്കെ, ഞങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളെ പോലെ തന്നെ പതിയെ ഉയർന്ന് ക്ലാസ് എടുക്കാൻ പഠിച്ചവരാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും അത് പറ്റും, ഞങ്ങൾക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ വളരെ ഫ്ലുവന്റ് ആയിട്ട് പറയാനും നമുക്ക് കേൾക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ആ ഒരു രീതിയിലൊന്ന് അവതരിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, ശരി. എല്ലാവരും പേരും മാർക്കൊക്കെ കൂടെ എഴുതി പോകുന്നുണ്ട് കേട്ടോ. മാം എന്തോ ഞാൻ എടുത്ത പോർഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവോ? മനസ്സിലായല്ലോ, പ്രശ്നമില്ല. എല്ലാം കൂടി കുഴച്ച് പറഞ്ഞ മാം പഠിപ്പിക്കുന്ന രീതിയിലല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ നോക്കണ്ട, നിങ്ങൾ ടീച്ചറാണ്. ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? സലീം എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിനുവേണ്ടി എഴുതിയെടുത്ത നോട്ട്സ് ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പൊ അത് നോക്കുമ്പോ കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ എനിക്കത്. ശരി, എനിക്ക് പിന്നെ ടെക്സ്റ്റ് ആകെ കലർന്നിരിക്കണം, എനിക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റണില്ല അത്. ഇനി കേട്ടവരെ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് എടുക്കണം കേട്ടോ. വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. നോക്കിയാ നിങ്ങള്? ഇല്ലെന്നാണോ പറഞ്ഞത്? ഇല്ല മാം. എന്തേ നോക്കാഞ്ഞ നിങ്ങള്? സെമിനാറിന്റെ പണിപ്പുരയിലായിരുന്നു ഇതൊക്കെ വരയ്ക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തത്. ഓക്കെ, ടെൻഡൻസീസ് അവിടെ വെച്ചു. ഇപ്പൊ ഇന്ന് പോയി നോക്കുക കേട്ടോ. ഇന്ന് നോക്കുക, ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ സാറ്റർഡേ സൺഡേസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒന്ന് ആ ചാപ്റ്റർ ഒന്ന് വെറുതെ ഒന്ന് നോക്കാം. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. കുറച്ച് മൺഡേ ആയിരിക്കും ക്ലാസ് മാമിന്റെ മാം? വെനസ്ഡേ ഫ്രൈഡേ ആണ് എന്റെ ക്ലാസ്. ഓക്കെ, നിങ്ങളുടെ സെമിനാർ ടോപ്പിക് തീർന്നിട്ട് വേണം എനിക്ക് ടെൻഡൻസീസ് ഓഫ് മാൻ എടുക്കാനായിട്ട്. എല്ലാവരും വേഗം സ്പീഡപ്പ് ആയിട്ട് തന്നെ എടുക്കുക. ഞാൻ ആബ്സെന്റ് ആവുകയാണെങ്കിൽ അതൊന്നും നിങ്ങൾ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ട് അടുത്ത ആളെ പ്രിപ്പയർഡ് ആയിക്കോളുക. എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കുന്നുള്ളൂ വെനസ്ഡേ ഫ്രൈഡേ ചെയ്യാനായിട്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ല കേട്ടോ.
ഞാനാണോ നോക്കാം. ചിലപ്പോ ഇൻ കേസ് എന്തെങ്കിലും കേസ് വന്നാൽ നമുക്ക് ചിലപ്പോ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നവരുത് അല്ലേ? ഓക്കെ, അങ്ങനെ പ്രിപ്പയർഡ് ആവാം. പിന്നെ നിങ്ങൾ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തോ നിങ്ങള് എല്ലാവരും? ചെയ്തോ? ഞാൻ ചെയ്തു മാം. ശരി. യെസ്, അപ്പൊ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? മാം ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിന്റെ കൊടുത്തിട്ടുണ്ടോ? കിട്ടും കേട്ടോ, എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കൊടുത്തിരുന്ന കുട്ടി ഇവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ദിവസം ഒന്ന് മാറിക്കുമായിരുന്നു, അതുകൊണ്ടായിരിക്കും വരാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് മാത്രമല്ലേ ഉള്ളൂ? ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. ഞാൻ മലയാളത്തിൽ സൈൻ ഔട്ട് പറയാം മാം. പറഞ്ഞോളൂ. പറഞ്ഞൂടാ, അല്ല ഇംഗ്ലീഷിൽ പറയാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നല്ല വൃത്തിയായി മനസ്സിലായി. മറ്റേ സെമിനാർ എടുത്ത ക്ലാസ്സുകളാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം കാര്യങ്ങള് കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി എടുക്കാനുള്ളവർ ഒന്നും കൂടി ബെറ്ററായിട്ട് ടീച്ചർ എടുക്കണ പോലെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ വിദ്യാർത്ഥിനികൾക്കും ക്ലാസ് എടുത്ത ടീച്ചർക്കും താങ്ക് യു വെരി മച്ച്. സൈൻ ഓഫ് ബൈ ഷംല ആലുവ. Okay, thank you. Thank you, Thank ma'am. you, ma'am. Thank you, ma'am. Okay, thank you. Thank you. Have a nice day. താങ്ക് യു മാം. താങ്ക് യു മാം.